കുണ്ടും കുഴിയും നിറഞ്ഞ പറശ്ശിനിക്കടവ് റോഡിലൂടെയുള്ള യാത്ര ദുരിതമാക്കുന്നു. ദിനംപ്രതി നിരവധി പേർ എത്തുന്ന പറശ്ശിനിക്കടവിൽ ബസ് സ്റ്റാൻഡ് മുതൽ പറശ്ശിനിക്കടവ് പാലം വരെയുള്ള 400 മീറ്ററോളം ഭാഗത്തെ റോഡാണ് തകർന്നത്. പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുരയിലേക്കും മറ്റുമായി ആയിരക്കണക്കിന് തീർത്ഥാടകരും വിനോദസഞ്ചാരികളുമാണ് ദിനംപ്രതി എത്തുന്നത്. എന്നാൽ ബസ് സ്റ്റാൻഡ് മുതൽ പറശ്ശിനിക്കടവ് പാലം വരെയുള്ള 400 മീറ്ററോളം ഭാഗത്തെ റോഡ് തകർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ടത് ഏറെ അപകട ഭീഷണി ഉയർത്തുകയാണ്. പറശ്ശിനിക്കടവ് വഴി മയ്യിൽ കൊളച്ചേരി ഭാഗങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ഒട്ടേറെ ബസ്സുകളും കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് അടക്കം പോകുന്ന 100 കണക്കിന് വാഹനങ്ങളും കടന്നുപോകുന്ന പ്രധാന പാത കൂടിയാണിത്. പറശ്ശിനിക്കടവ് പാലത്തിലെ റോഡ് 1.5 വർഷം മുൻപാണ് 81 ലക്ഷം രൂപ ചെലവിട്ട് അറ്റകുറ്റപ്പണി നടത്തിയത്. റോഡിന്റെ മേൽഭാഗവും അരികും തമ്മിലുള്ള ഉയരവും വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. ഇവിടെ ഇതിനകം ഒട്ടേറെ ഇരുചക്ര വാഹന യാത്രികനാണ് അപകടത്തിൽപ്പെട്ടത്. മഴക്കാലത്ത് പറശ്ശിനിക്കടവ് ബസ് സ്റ്റാൻഡ് ഭാഗത്ത് നിന്ന് മഴവെള്ളം കുത്തിയൊഴുകി റോഡരികിലെ മണ്ണടക്കം ഒലിച്ചു പോകുന്നതും ദുരിതമുണ്ടാക്കാറുണ്ട്. വരും ദിവസങ്ങളിൽ മഴ കനത്താൽ കൂടുതൽ ബുദ്ധിമുട്ടാകും. ജൂൺ ആദ്യവാരത്തോടുകൂടി കൊട്ടിയൂർ ഉത്സവം തുടങ്ങിയാൽ ജില്ലയ്ക്കകത്തും പുറത്തുനിന്നുമായി കൂടുതൽ തീർത്ഥാടകർ പറശ്ശിനിക്കടവിലുമെത്തും. ഇതിനു മുൻപായെങ്കിലും ഗതാഗത ക്ലേശം പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാരണം ഇനി പറശ്ശിനിക്കടവിൽ ഇപ്പോൾ ഇരുചക്ര വാഹനങ്ങൾ പോലും അവിടെ പാലത്തിൽ എത്താൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഞായറാഴ്ചകളിൽ അതിരൂക്ഷമായ ഗതാഗത സ്തംഭനവും ഉണ്ടാകുന്നുണ്ട്. വാഹനങ്ങൾ പോകുമ്പോൾ തന്നെ വലിയ കുഴിയിൽ വീണുകൊണ്ട് ചെറുവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നുണ്ട്. അതിൽ നിന്നുള്ള ഒരു തീരുമാനം അത് എത്രയും പെട്ടെന്ന് തന്നെ അത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം, പരിഹരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.